പറയൂ ഗീത, അവളിപ്പോ എവിടെ ഉണ്ട്? ഗീത, താനത് പറഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല വിപി. ഒന്ന് മാത്രം എനിക്ക് ഉറപ്പുണ്ട്, അപ്പു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് അവളുടെ അച്ഛനടുത്തില്ലാത്തുണ്ടാവും. അമ്പിമാമനല്ലേ അത്? ആണെന്താ ഇവിടെ? അമ്പിമാമ, അമ്പിമാമൻ എന്താ ഇവിടെ? അത് എനിക്കിവിടെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പർച്ചേസിങ്ങോ? എന്ത് പർച്ചേസിങ്? അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ ബർത്ത്ഡേയാ. അവൾക്ക് എന്തെങ്കിലും വാങ്ങിയാലോ എന്ന് കരുതി ഇറങ്ങിയതാ. എന്നിട്ട് വാങ്ങിയോ? വാങ്ങി. ഇനി രാത്രി അവിടെ ഒരു ചെറിയ ആഘോഷ പരിപാടി ഉണ്ടേ, അവിടെ ഒന്ന് കയറണം. അമ്മിമാമ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടെന്താ വീട്ടിലേക്ക് വരാഞ്ഞേ? അത് വരണമെന്ന് കരുതിയതാ. ഇനിയിപ്പോൾ സൗകര്യം പോലെ വരാമല്ലോ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. കൂട്ടത്തിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഡിന്നറും പുറത്തുനിന്ന് ആക്കാന്ന് വെച്ചു. അതെയോ? അതേതായാലും നന്നായി. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? വേറെ വിശേഷം അപ്പു എവിടെയെന്ന് അറിയില്ല അമ്പിമാമ. അമ്പിമാമൻ എന്തെങ്കിലും സൂചന? ഏയ്, എനിക്കെന്ത് സൂചന? നിങ്ങൾ അന്വേഷിച്ചില്ലേ? അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ വിഷമിക്കണ്ട, അപ്പു എവിടെയെങ്കിലും സേഫായിട്ടുണ്ടാവും. എന്നാ ഞാൻ പോട്ടെ വി പി. എന്തത്ര തിരക്ക്? ഞാൻ പറഞ്ഞില്ലേ, 8 മണിക്കൊരു ഫംഗ്ഷൻ ഉണ്ടേ. അതിനു മുമ്പ് 1-2 പേരെ കൂടി കാണാനുണ്ട്. ഞാൻ വരാം, സൗകര്യം പോലെ വീട്ടിലോട്ട് വരാം. ഗീതേ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ, ഞാൻ സൗകര്യം പോലെ വീട്ടിലേക്ക് ഇറങ്ങാം. ശരി എന്നാ. അമ്പിമാമൻ എന്താ പതിവില്ലാത്തൊരു വെപ്രാളം? വിപി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അമ്പിമാമ, എന്താ ഗീതേ? അപ്പു എവിടെയാ? അപ്പു എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അമ്പിമാമ, വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കല്ലേ. അപ്പു ഇപ്പൊ നിങ്ങളുടെ അടുത്താണെന്ന് എനിക്കറിയാം. അത് വിപിയോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. പക്ഷെ ഞാനത് പറയില്ല. എന്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നീ സങ്കടപ്പെടേണ്ട ഗീതേ, അപ്പുവിനൊരു കുഴപ്പവും സംഭവിക്കില്ല. എവിടെയായിരുന്നാലും അവള് സേഫ് ആയിരിക്കും. എനിക്കതല്ല അറിയേണ്ടത്, അപ്പു ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടോന്നാ. അങ്ങനെ നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ശരി. ഗീതേ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അപ്പു സേഫാണ്. എന്നാ നീ വിട്ടോ. എന്തായിരുന്നു അമ്മിമാമനോട് തനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പോയതാ.
അച്ഛാ അച്ഛാ എന്താ മോളെ, കെട്ടിയനുമായിട്ടുള്ള സല്ലഭമൊക്കെ കഴിഞ്ഞോ? മക്കള് ചാച്ചാൻ പോവാണോ? എന്താടി നിന്റെ തന്തയോ ആ പരട്ട വക്കീലും വിചാരിച്ച ഞങ്ങളെങ്ങ് മൂക്കിക്കറ്റാന്ന് വിചാരിച്ചോ നീയൊക്കെ? ദേ, നിന്റെ തന്തയ്ക്ക് കിട്ടിയത് വെറും സാമ്പിളാ. ഇനി കേസും കൂട്ടോന്നും പറഞ്ഞ് ഇതിന്റെ പിന്നാലെ നടന്ന നിനക്കും നിന്റെ അമ്മയ്ക്കും വിധവാ പെൻഷൻ വാങ്ങി മിച്ചമുള്ള കാലം കഴിയേണ്ടി വരും. ഇനി ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലടി. ഞങ്ങളെ ജയിലിൽ കയറ്റിട്ട് നിനക്കൊന്നും ഇവിടെ സുഖിച്ച് കഴിയാന്ന് കരുതണ്ടടി. കേട്ടോടി? മര്യാദയ്ക്ക് നിന്റെ തന്തയോട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാൻ പറയണം. ഇല്ലെങ്കിൽ രണ്ടിനെയും കൊന്ന് ഞങ്ങൾ കടലെറിയും. നീ അടി എല്ലാത്തിനും കാരണം. ഞങ്ങൾ അകത്താക്കിട്ട് നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട. ഒന്നിനെ കൊന്നാലും 9 എണ്ണത്തിനെ കൊന്നാലും കിട്ടുന്നത് ഒരേ കയറാണെങ്കിൽ ഇവിടെ ഒരു ലോഡ് ശവം എഴുത്തിട്ട് ഞാനും ഇവനൊക്കെ കഴുമരത്തിൽ കേറും. തീർത്തുകളയും എല്ലാത്തിനെയും. ബിപി ദ കോഫി. ആ, പതിവ് കോഫി കിട്ടിയില്ലല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ. അല്ലെങ്കിലും എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് ഓരോന്ന് ചെയ്യാൻ ആ പണ്ടേ മിടിക്കുകയാണല്ലോ. ആഹാ, നല്ല രസികൻ കോഫി. തൻ്റെ കൈപുണ്യം അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഇത് ശരിക്കും കോംപ്ലിമെന്റ് ആണോ അതോ വി പി എന്നെ പരിഹസിക്കുന്നതാണോ? പരിഹസിക്കാനോ? ഞാനോ? ശേ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ എന്തിനാ തന്നെ കളിയാക്കുന്നു? ശരിക്കും ഞാൻ തന്നെ പ്രശംസിച്ചത് തന്നെയാ. താനത് അറിയിക്കുന്നുണ്ട്. ഇതാ, താനത് എവിടെ പോകുന്നു? എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട് വി പി. എന്ത് ജോലി? താൻ എവിടെ ഇരിക്കടോ? കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. 5-10 മിനിറ്റ് ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് മതി ജോലിയൊക്കെ. കൃത്യസമയത്ത് ഫുഡ് ഉണ്ടാക്കി വിളമ്പി ഇനിയിപ്പോൾ ആരെ ബോധിപ്പിക്കാനാ? ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. വാടോ, വന്നിരിക്കുന്നേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്നേ. താൻ ഈടായിട്ട് വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു കേട്ടോ. എന്തു പറ്റി? എന്തെങ്കിലും ടെൻഷനാണോ അതോ മറ്റെന്തെങ്കിലും? എനിക്കൊരു കുഴപ്പമില്ല. വി പിക്ക് വെറുതെ തോന്നുന്നതാ. അതെയോ? എന്നാലും ഒരു ക്ഷീണം പോലെയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ലേ? എങ്കിൽ വേണ്ട. വി പിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതിനാണ് ഈ വളഞ്ഞു ചുറ്റുന്നത്. ഇതാ കുഴപ്പം. ഭാര്യയോട് 2 വാക്ക് സ്നേഹപൂർവ്വം സംസാരിക്കാന്ന് വെച്ചപ്പോ അതും കുറ്റായി. ഞാൻ കുറ്റം പറഞ്ഞതല്ല വി പി. ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. ഈ പുകഴ്ത്തലും കെയറിങ്ങും ഒന്നും വി പിക്ക് പതിവുള്ളതല്ലല്ലോ. അതുകൊണ്ടൊരു സംശയം. അപ്പൊ ഭാര്യയെ അംഗീകരിക്കാത്ത, അഡ്മയർ ചെയ്യാത്ത ഒരു ബോറൻ ഭർത്താവാണ് ഞാനെന്നാണോ താൻ പറഞ്ഞു വരുന്നത്?
പുകഴ്ത്തിയിട്ടില്ലായിരിക്കും. പക്ഷേ തന്നെ ഞാൻ കെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയായില്ല കേട്ടോ. തനിക്കും അപ്പൂന് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ചു കാലത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതിന് മുൻപുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പറയടോ, എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കുറ്റമോ കുറവോ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എല്ലാം VP തന്നെയല്ലേ പറഞ്ഞത്. VP ചുമ്മാ ഓരോന്ന് പറഞ്ഞ് രാവിലത്തെ മൂഡ് കളയണ്ട. പത്രം വായന നടക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നോക്കാം. ഇതാ അപ്പോ നമ്മുടെ മോൾ എവിടെയാണെന്ന് ശരിക്കും തനിക്കറിയില്ല അല്ലേ? ഇല്ല. ഇനിയിപ്പോ അമ്പിമാമനെ മറ്റോ അറിയായിരിക്കോ? അറിയില്ലായിരിക്കും അല്ലേ? അതോ? എനിക്ക് അറിയില്ല VP. അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. അല്ല, താൻ ഇന്നലെ അമ്പിമാമനോട് തനിച്ച് സംസാരിക്കുന്നത് കണ്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? അത് പിന്നെ അപ്പു അമ്പിമാമനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്തെന്ന് ചോദിക്കായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്പിമാമനും അറിയില്ല. ഗീത, ഒരു മിനിറ്റ്. അപ്പുവിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഗീത. നമ്മുടെ മകൾ അപൂർവ വിജയ് മിസ്സിംഗ് ആണെന്ന് കാണിച്ച് പോലീസിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താലെന്ന് ആലോചിക്കുക. അല്ല, അങ്ങനെ വേണ്ടടോ. നമ്മുടെ മോളെ കുറിച്ച് ആർക്കും ഒരു അറിവില്ലാന്ന് വെച്ചാ അതങ്ങനെ ശരിയാവും? ഒരു പെൺകുട്ടിയല്ലേ അവള്. എവിടെയാ എന്താണെന്ന് അറിയാതിരുന്ന അത് ശരിയാവില്ലല്ലോ. എന്താ ഇതാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പെറ്റീഷൻ കൊടുക്കണ്ടേ നമുക്ക്? ആ, മുരളേട്ടനെ എഴുന്നേറ്റായിരുന്നോ? കുറച്ചു നേരം കൂടെ കിടന്നോട്ടേന്ന് കരുതിയാ ഞാൻ വിളിക്കാഞ്ഞ്. മെഡിസിന്റെ എഫക്റ്റ് ആവും. രാത്രി മുഴുവൻ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോഴും ഉറക്കം അങ്ങോട്ട് മതിയായിട്ടില്ലാത്ത പോലെ. എങ്കിൽ പിന്നെ കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ? ഹേയ്, അതൊന്നും ശരിയാവില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? തലയ്ക്ക് വേദനയൊന്നുമില്ലല്ലോ? വേദനയെന്ന് പറയാനില്ല, എന്നാലും ഒരു പെരുപ്പുണ്ട്. 2 ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതൊക്കെ നിശേഷം മാറിയിട്ട് ഓഫീസിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ചാ മതി കേട്ടോ. രാവിലെ മാളുവിനെ കൊണ്ടുവിടണ്ടേ? അതിന് മുരളിയേട്ടൻ പോകേണ്ട കാര്യമില്ലല്ലോ. പകലല്ലേ അവള് തനിച്ചു പൊക്കോളും. ഏയ്, അത് ശരിയാവില്ല ശ്രുതി. പകലായാലും അവളെ തനിച്ചു പറഞ്ഞയക്കുന്നത് അത്ര സേഫ് അല്ല. വിശേഷിച്ചും ആ അരുണിനെയും സാംകുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്തിടത്തോളം. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി വിടാം അവളെ. കൂട്ടത്തിൽ ജോബിനെ കണ്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ. വേണ്ട വേണ്ട, സുഖമില്ലാതിരിക്കുമ്പോ ഇനി അവിടെ വരെ കാർ ഓടിച്ചു പോവൊന്നും വേണ്ട. മാളുവിനെ തനിച്ചു വിടാതിരുന്നാ പോരെ? അതിനൊരു വഴിയുണ്ട്. അമ്മ വരുമ്പോ അമ്മ അവക്ക് കൂട്ടിന് വിടാം. അമ്മ എവിടെ? അമ്പലത്തിൽ പോയോ? മുരളിയേട്ടനെയും മാളുവിന്റെയും പേരില് എന്തൊക്കെയോ വഴിപാടോ നേർച്ചയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ആളിങ്ങ് എത്തുമ്പോഴേക്കും നേരെ ഉച്ച എടുക്കുമല്ലോ. അതുവരെ മാള് പോവാതെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എവിടെയാ അവള്? എഴുന്നേറ്റില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. രാവിലെ വിളിക്കണ്ട, തനിച്ച് എഴുന്നേറ്റോളാന്ന് പറഞ്ഞതാ. പക്ഷേ ആളിതുവരെ എഴുന്നേറ്റ് കോളൊന്നുമില്ല. ജോബിനോടെല്ലാം തുറന്ന് സംസാരിച്ചതിന്റെ ആശ്വാസം അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ഇന്നലെ. അത് ശരിയാ. ഇന്നലെ എന്നോടും അതേപ്പറ്റി 1-2 തവണ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ മുരളിയേട്ടാ, ആ അരുണും അവന്റെ ഗ്യാങ്ങും ചേർന്ന് ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവക്ക് നല്ല പേടിയുണ്ട്. ആ ഭയം എനിക്കുണ്ട് അശ്വതി. അതുകൊണ്ട് പകലായാലും അവളെ തനിച്ച് പറഞ്ഞു വിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി അവളെ ഒരു പരിധിക്കപ്പുറം പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യരുത്. കാലിലെ പരക്ക് ഭേദമായി കഴിയുമ്പോ ജോബിന് ഇനി അവരെ തിരക്കി പോവുമെന്ന എന്റെ പേടി. അവന്മാരോടൊന്നും വഴക്കിനും പ്രശ്നത്തിനും പോകണ്ടെന്ന് സൗകര്യം പോലെ നിങ്ങളും ജോബിനോടൊന്ന് പറയണം. അത് ഞാൻ സംസാരിക്കാം. വേണമെങ്കിൽ ടീച്ചറിനെ കൊണ്ടും പറയിക്കാം. എന്നാലേ ജോബിന് അനുസരിക്കും. ആ,
നീ പോയി മാളുവിനോട് വേഗം റെഡിയാകാൻ പറ. അമ്മ വന്നാ പിന്നെ അധികം ലേറ്റ് ആകാൻ നിൽക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങാൻ നോക്കണം. ഞാൻ എന്നാ പോയി അവളെ വിളിച്ച് എഴുന്നേപ്പിക്കട്ടെ. രാവിലെ വിടാന്നാ ഞാൻ ടീച്ചറോടും പറഞ്ഞതേ. ഭഗവാനെ, ആ. ഈശ്വരാ, അങ്ങനെ ആ കാര്യം അങ്ങ് മംഗളമായി. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ അമ്മേ? ഏയ്, ഇന്ന് പതിവിലും കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടെന്താ, നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. മാളുവിന്റെ പേരിൽ പുഷ്പാഞ്ജലിയും ശത്രുസംഹാര പൂജയും നടത്തി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനും മനസ്സിൽ കണ്ടതാ. ഏതായാലും അമ്മ അത് ചെയ്തത് നന്നായി. ഇനി അവക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. മുരളിയുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമത്തിന് ചീട്ട് എഴുതിച്ചിട്ടാ പോകുന്നത്. വൈകിട്ട് പോയി വാങ്ങാലോ. ആ, എന്നാ വൈകിട്ട് ഞാനും കൂടെ വരാം. തൊഴുതിട്ട് കുറച്ചായേ. അതെങ്ങനെ? അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ലെന്ന് പറഞ്ഞതുപോലെയാണല്ലോ നിന്റെ കാര്യം. ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നിനക്ക് എവിടാ അതിനൊക്കെ നേരം? എല്ലാവർക്കും കൂടെ 50 ദിവസവും പോകുന്നുണ്ടല്ലോ, അത് മതി. ആ, അതിന്റെ ഒരു ഐശ്വര്യം കൊണ്ടാ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ട് പോകുന്നത്. നീ നോക്കിക്കോ അശ്വതി, ഇനി നമ്മുടെ കുടുംബത്തില് പ്രത്യേകിച്ച് മാളുവിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആ ദുഷ്ടന്മാരെ ഭഗവാൻ നിലയ്ക്ക് നിർത്തിക്കോളും. അതിനു മാത്രം ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണീര് സങ്കടമൊന്നും ഈശ്വരൻ കാണാതിരിക്കില്ല. അമ്മേ, മാളു റെഡിയായി കഴിഞ്ഞ അമ്മയും കൂടെ അവളോടൊപ്പം ഒന്ന് പോണം. കൊണ്ടു ചെന്ന് ടീച്ചറുടെ അടുത്ത് ആക്കിയിട്ടിങ്ങ് പോരെ. അയ്യോ, ഞാനോ? ഏയ്, ഞാൻ പോകുന്നില്ല. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മാളുവിനെ തനിച്ചു വിടണ്ടെന്ന് മുരളിയേട്ടൻ പറഞ്ഞു. മുരളിയേട്ടൻ പോവാന്ന് പറഞ്ഞതാ. പിന്നെ ഞാനാ പറഞ്ഞത് വയ്യാതിരിക്കുന്ന ആള് പോവണ്ട, അമ്മ കൊണ്ടേ വിട്ടോളുന്ന്. എന്നാ പിന്നെ നിനക്ക് കൊണ്ട് വിട്ടൂടെ അവളെ? പോകുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുരളിയേട്ടൻ ഇവിടെ വയ്യാതിരിക്കുമല്ലേ, എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാ ഞാൻ ഇവിടെ വേണ്ടേ? അതുകൊണ്ടാ. അത് ശരിയാണല്ലോ. ചേടാ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇനി ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലില്ലെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാ. ആ, സാരമില്ല. അവളെ വീടിന്റെ വാതുക്കലാക്കിയിട്ട് അതേ ഓട്ടെ തന്നെ ഞാനിങ്ങ് തിരിച്ചു പോന്നോളാം. ആ, അതെന്ത് മോശം അമ്മേ. അമ്മ എപ്പോഴും ആ ദേഷ്യം മനസ്സ് വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ? ടീച്ചർ അതൊക്കെ എപ്പോഴേ മറന്നിട്ടുണ്ടാവും. അവർക്കത് മറക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലെന്ന് നിനക്കറിയാലോ. ഒരിക്കൽ കഴിച്ചാ പിന്നെ പൊന്നുകൊണ്ടുണ്ടാക്കിയ പുളിശ്ശേരിയാണെന്ന് പറഞ്ഞാലും ഇന്ദിരാമ കണ്ടഭാവം കാണിക്കില്ല. അതാ എന്റെ സ്വഭാവം. ഓ എന്റെ അമ്മേ, ഇതിന് മാത്രം ശബ്ദം എടുക്കാൻ എന്ത് മഹാകാര്യമാണെന്ന് അവിടെ സംഭവിച്ചത്. അത് പോട്ടെ, ജോബിന് അവിടെ സുഖമില്ലാതെ കിടക്കുമല്ലേ. അമ്മ അവിടെ വരെ ചെന്നിട്ട് ജോബിനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ തിരിച്ചു പോന്നൂന്നറിഞ്ഞാ ജോബിനും ടീച്ചർക്കൊക്കെ എന്ത് തോന്നും? ഇനി അത് മാത്രമല്ല, മാളൂന് എന്ത് വിഷമാവും. അതെന്താ അമ്മ ആലോചിക്കാത്തെ? അതും നേരാ. എന്നാ ഞാൻ അവനെ ഒന്ന് കയറി കണ്ടിട്ടിങ്ങ് പോരാ. പിന്നെ കാപ്പിക്ക് സൽക്കാരത്തിനും ഒന്നും ഞാൻ നിൽക്കില്ല, അതിപ്പോഴേ പറഞ്ഞേക്കാം. ഓ, അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തു, ഞാനൊന്നും പറയുന്നില്ല. ആ, കാര്യം പറഞ്ഞു തന്ന് ചായ തണുത്തു. ഞാൻ അവളെ പോയിന്ന് വിളിക്കട്ടെ. അമ്മയ്ക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടേ. ആ, കൊച്ചിനെ തനിച്ചു വിടാൻ പറ്റില്ലെന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ ഞാൻ ആ പടി ചവിട്ടില്ലായിരുന്നു. ആഹാ, രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞ ആളാ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഞാൻ വിചാരിച്ചു നീ ഉണർന്ന് റെഡിയായി കാണുന്ന്. എന്തു പറ്റി ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ? മാളു, മാളു, ഈ പെണ്ണ് ഇതെന്തുറക്കോ ഒന്ന് എഴുന്നേറ്റേടി. മാളു, 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 മോളെ, മാളു, എന്തു പറ്റി?